ഇനി നമുക്ക് ചേന വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലക്കൂട്ടായാലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. പിന്നെ ഇതിൽ നമ്മൾ തേങ്ങയുടെ ആവശ്യമില്ല, തേങ്ങ ചേർക്കുന്നില്ല. അല്ല, നമ്മളുടെ മസാലാസൊക്കെ നമ്മൾ പൊടിച്ചൊക്കെ എടുക്കുന്ന ഒരു കൂട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നാടൻ രുചികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ചേന കട്ട് ചെയ്ത് ചേന എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേനയുടെ ക്വാണ്ടിറ്റി കൂട്ടി തന്നെ ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചേനയിലേക്ക് അതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിലിടാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിലിട്ടിരുന്നാൽ മതി. പിന്നെ ഇതിലേക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ കൊച്ചുള്ളി സവാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പം നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് 2 ചേർത്തിട്ടുണ്ട്. അപ്പം ചേന കൂടുതലുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് കുക്കാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. നമ്മുടെ പെരിഞ്ജീരകം, അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക, കുരുമുളക്, വറ്റൽമുളക്, പിന്നെ മല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയായിട്ട് ഈ ഒരു സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മല്ലിപ്പൊടിയായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നിങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കുക. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഇത് എരിയില്ലാത്ത വറ്റൽമുളകാണ്, വറ്റൽമുളകില്ല മുളക് പൊടിയാണെങ്കിലും ഈ ഒരു സമയത്ത് ലാസ്റ്റ് ചേർത്ത് ഓഫ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ എന്തായാലും മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇതൊന്ന് കുക്കാക്കി എടുക്കുക. ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് കടലപ്പരിപ്പും കൂടി കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ സാധാരണ സാമ്പാറിൻ്റെ തുമരപ്പരിപ്പില്ലേ, അതായിരുന്നാലും മതി. ഏതെങ്കിലും ഒരു പരിപ്പും കൂടി നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് ചേർക്കുക. പിന്നെ ഓവറായിട്ട് കുക്കാവരുത്, ഒരു 90% കുക്കായാൽ മതി. ബാക്കി നമ്മുടെ ഈ മസാലക്കകത്തിരുന്ന് സെറ്റായിക്കോളും. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ വെച്ചിരുന്ന ആ ഒരു കൂട്ടും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം, അതിലൊരു സെമി ഗ്രേവി ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ല, നല്ല പോലെ കുറുക്കി ഒരു കൂട്ടായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ പറ്റിച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ്, ഗ്രേവിയൊക്കെ കുറുകിയതായിട്ടാണ് എടുത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് താളിച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലക്കൂട്ടാണ്. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും, തേങ്ങയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.